ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിവകുമാൽ വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളും കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡെയർ ഡബിൾ ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മാർവൽ സ്റ്റുഡിയോസിൻ്റെ പുതിയ സൂപ്പർ ഹീറോ പരിവേഷത്തിൽ ഇറങ്ങുന്ന ഒരു വെബ് സീരീസാണ് ഡെയർ ഡബിൾ ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രം മാർച്ച് 5 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡ്രാഗൺ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ, മിഷ്കിൻ, അനുപമ പരമേശ്വരൻ, ജോർജ് മാരിയ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്നത്. ചിത്രം 10 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ഇപ്പോൾ ചിത്രത്തിൻ്റെ ലീക്ക്ഡ് പ്രിന്റ് ടെലിഗ്രാം വഴിയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21 പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ഉണ്ണിലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് ഒപ്പം തന്നെ AI രൂപത്തിൽ മമ്മൂക്കയും കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ചിത്രം എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് ജനുവരിയിലെ ഫസ്റ്റ് ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 സോണി ലീവിടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ടെങ്കിലും മാർച്ച് 6 ആയിരിക്കും ചിത്രം നേരത്തെ ഒരു ദിവസം നേരത്തെ തന്നെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം സോണി ലീവിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, ഇഷാദ് തൽവാർ, അതുപോലെ തന്നെ ബാബു ആന്റണി, മൃദുൽ നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ഒരു കോമഡി ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് മനോരമാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ സൈന പ്ലേ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ചിത്രം ഈ വരുന്ന മാർച്ച് 7 ഇതിൻ്റെ OTT റിലീസിന് എത്തുന്നതായിരിക്കും. മേ ബി ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന മാർച്ച് 7 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജു വർഗീസ്, അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി, നിരഞ്ജന അനൂപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാമെന്ന് മേ ബി കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ചിത്രം ഈ വരുന്ന മാർച്ച് 7 സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക് ആൻഡ് ലേഡി സ്പോർട്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂട്ടി, അതുപോലെ തന്നെ ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, അതുപോലെ തന്നെ സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡി സ്പോർട്സ് എന്ന്. നമ്മുടെ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മലയാളം കൂടിയായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡി സ്പോർട്സ് എന്ന്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്നതെങ്കിൽ മേ ബി ചിത്രം മാർച്ച് 7 സർപ്രൈസ് റിലീസായിട്ട് എത്തുന്നുള്ള ഒരു അപ്ഡേറ്റ് അഭ്യൂഹങ്ങൾ പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ മലബാർ ടൈൽസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശിവരാജ്, അതുപോലെ തന്നെ പ്രദീപ് ബാലൻ, അനിൽ ആൻഡോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളം മൂവിയായിരുന്നു ദ മലബാർ ടൈൽസ് എന്ന് പറയുന്നത്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 8 മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുഴന്തൈകൾ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ യോഗി ബാബു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റയർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ഡ്രാമ ഭാഗത്തിലെടുത്തുന്ന ചിത്രമായിരുന്നു കുഴന്തൈകൾ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 ആഹാ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്.
ഫൈൻഡർ ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തമിഴ് ആക്ടർ ചാർലി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഫൈൻഡർ ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുടുംബസ്ഥൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മണികണ്ഠൻ, അതുപോലെ തന്നെ ആർ സുന്ദർരാജ്, അതുപോലെ തന്നെ ഗുരു സോമസുന്ദരം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു കുടുംബസ്ഥൻ എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ C5 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പവീഷ് നാരായൺ, മാത്യു തോമസ്, അനഘ സുരേന്ദ്രൻ, പ്രകാശ് വാര്യർ, ശരത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലൂടെ തന്നൊരു ചിത്രമായിരുന്നു നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്നത്. നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. ഫെബ്രുവരി മാസം 7 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലെ അടപടലം മൂഞ്ചിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21 സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ചിത്രം ഈ വരുന്ന മാർച്ച് 7 ലീക്ക്ഡ് റിലീസായിട്ട് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തണ്ടൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാഗചൈതന്യ, സായി പല്ലവി, ദിവ്യ പിള്ള, അതുപോലെ തന്നെ ആടുകള നരേൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു തെണ്ടൽ എന്ന് പറയുന്നത്. ചിത്രം ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാപ്പു എ ഫാദർ സ്റ്റോറി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തെലുങ്ക് ആക്ടർ ബ്രഹ്മാജി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു ബാപ്പു എ ഫാദർ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 പാൻ ഇന്ത്യ ഭാഷയിൽ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലൈല എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിശ്വക്സൻ, അതുപോലെ തന്നെ അക്ഷക് ശർമ്മ, അതുപോലെ തന്നെ ബ്രഹ്മാജി, വെണ്ണില കിഷോർ, ഹർഷവർദ്ധൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ലൈല എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7 ആഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നദാനിയൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇബ്രാഹിം അലി ഖാൻ, അതുപോലെ തന്നെ ഖുഷി കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ചിത്രമാണ് നദാനിയൻ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 7 നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ദ വർക്കിംഗ് ഓഫ് എ നേഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ രഞ്ജിത് സിംഗ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഹിന്ദി വെബ് സീരീസ് ആണ്. ഈ ഒരു ചിത്രം ഈ വരുന്ന മാർച്ച് 7 സോണി ലിവിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏജന്റ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഖ്ലക് നെനി, മമ്മൂക്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ബോക്സ് ഓഫീസിൽ വൻ ഡിസാസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഏജന്റ് എന്ന് പറയുന്നത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ചിത്രം ഇപ്പോൾ സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഈ വരുന്ന മാർച്ച് 14 സോണി ലിവിലൂടെ ചിത്രം പാൻ ഇന്ത്യ ഭാഷയിൽ, മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയായിരുന്നു. തിയേറ്ററിൽ വൻ ഡിസാസ്റ്ററായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഏജന്റ് എന്ന് പറയുന്നത്. അഖ്ലക് നെനിയുടെ ഏജന്റ് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാമരാഘവം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സമുദ്രഗനി, ആരിഷ് ഉത്തമൻ, അതുപോലെ ധൻരാജ് കൊറരനി, അതുപോലെ തന്നെ മോക്ഷ, വെണ്ണില കിഷോർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് ലാംഗ്വേജ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു, ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു രാമരാഘവം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 സൺനെക്സ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൊന്മാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, സജിൻ ഗോപു, അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ,
അതുപോലെ തന്നെ ദീപക് പറമ്പോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു പൊന്മാൻ എന്ന് പറയുന്നത്. ജനുവരിയിൽ തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഒരു ഡ്രാമ പത്രത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു നമ്മുടെ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യം ആമസോൺ പ്രൈം ആയിരുന്നെങ്കിലും ഇവയുടെ ആ ഒരു കരാർ ഒഴിവാക്കി ഇപ്പോൾ ചിത്രം സോണി ലീവാണ് ഈ ചിത്രത്തിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കാൻ മേ ബി ഏപ്രിൽ വിഷു റിലീസായിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്.